അംബുജം. അംബുജം എന്ന് പറഞ്ഞാൽ എന്താ? താമരയ്ക്കാണ് അംബുജം എന്ന് പറയുന്നത്. അപ്പം വെള്ളത്തിൽ വളരുന്ന പൂവിൻ്റെ പേര്, ഒരു പൂവിൻ്റെ പേര് പറയാൻ പറഞ്ഞാൽ കുട്ടികൾ എന്ത് പറയും? അംബുജം. അംബുജം. ഇപ്പം ഈ പാഠത്തിൽ നമ്മൾ പഠിക്കുന്നത് അമ്മെന്ന ചിഹ്നം ആണ് നമ്മൾ പഠിക്കുന്നത്. അം. ഇത് വായിച്ചേ. അം ഭൂ ജം. ആ എഴുതി. ഇപ്പൊ ഇതെന്ത് വായിക്കും? ആ അല്ലേ? ഇപ്പൊ എന്ത് വായിക്കും? അം. ആ അം. ഇതെന്തക്ഷരമാ? ഇത് ബായാണ്. ബായുടെ കൂടെ ഊവിന്റെ ചിഹ്നം ഇട്ടാൽ എന്താ? ബൂ. ബാ ബൂ. ഇനി ഇത് നോക്കിയേ, ഇത് ഏതക്ഷരമാ? ഇത് ജായാണല്ലേ? ജായാണിത്. ജായുടെ കൂടെ അമ്മിന്റെ ചിഹ്നം ഇട്ടാൽ എങ്ങനെയാ? ജം. അംബുജം. മനസ്സിലായോ? ഇതൊന്ന് വായിച്ചേ. ആ അം ഗ അം അംഗം അംഗം. പറഞ്ഞോ. അംഗം. ഇനി ഇത് നോക്കിയേ. ആ അം. ഇതേതക്ഷരമാ? ഷായാണ്. ഗാ പോലെ എഴുതിയിട്ട് അകത്തോട്ട് കയറ്റി വെക്കുന്നതാണ് എന്ത്? ഷ. ഷ അം അംശം. കണ്ടോ? അംശം. ഇതെന്താ എഴുതിയിരിക്കുന്നത്? ഇത് ഏതക്ഷരമാ? ഇത് ഗായാണ്. കണ്ടോ? ഗായാണ്. ഗ അം ഗം ഗ. ഗംഗ. ഗംഗ. ഇന്ത്യയിലെ ഏറ്റവും നീളമുള്ള നദിയുടെ പേരെന്താ? ഗംഗ അല്ലേ? ഗംഗ. വായിച്ചേ. അംബുജം അംബുജം. അംഗം അംശം ഗംഗ. അല്ലേ? വെള്ളത്തിൽ വളരുന്ന പൂവിന്റെ പേരെന്നാ? അംബുജം അല്ലെങ്കിൽ താമര എന്ന് പറയും. ഇപ്പൊ അംബുജം നമുക്ക് എഴുതാൻ പഠിച്ചാലോ? അംബുജം എഴുതാൻ പഠിക്കാം. ഇവിടെ നോക്കിയേ. ആ എഴുതുന്നത് എങ്ങനെയായിരുന്നു? ആ എങ്ങനെ എഴുതുന്നേ? ആ ഒരു റാ പോലെ കൊണ്ടുവന്നിട്ട് അകത്തോട്ട് ദാ എഴുതുക. കണ്ടോ? കുട്ടികളെല്ലാം ടീച്ചറിൻ്റെ കൂടെ എഴുതി പഠിക്കണം കേട്ടോ. ദാ എഴുതുക. ദായുടെ അകത്തോടെ ഒരു റാ വരയ്ക്കുക. റാ വരച്ചിട്ട് അതേ കൂട്ടി ഒരു രാ എഴുതുക. കണ്ടോ? ആ എത്ര എളുപ്പമല്ലേ? അമ്മിൻ്റെ ചിഹ്നം എന്നാ? ചെറിയൊരു വട്ടമാണ് എൻ്റെ അമ്മിൻ്റെ ചിഹ്നം. അംബുജം. ബാ എഴുതാൻ എങ്ങനെയാ? ആ ഒരു വട്ടം, ചെറിയ വട്ടം വരച്ച് പുള്ളി ഇടുന്ന പോലെ കൊണ്ടുവന്നിട്ട് പിന്നെ ഒരു റാ വരയ്ക്കണം. പിന്നെ വാ പോലെ. ഇത് വാ പോലെ എഴുതുന്ന പോലെ കുട്ടികൾ പഠിച്ചേ. കണ്ടോ? അംബു ഊവിൻ്റെ ചിഹ്നമാണ് അല്ലേ? ചെറിയൊരു വള്ളി പോലെ വന്നിട്ട് അടിയിലൊരു ചെറിയ വട്ടം. അംബു. ജ എഴുതുന്ന എങ്ങനെയാ? ചെറിയൊരു വട്ടം ഇട്ട് നാ എഴുതി വളച്ചെടുത്ത് ചുറ്റിക്കെട്ടുക. കണ്ടോ? അപ്പൊ ആ എഴുതുന്ന എങ്ങനെയാ? ദാ എഴുതുക. പിന്നെ ഒരു നാ എഴുതുന്നെന്ന് ഓർത്താൽ മതി. കണ്ടോ? നാ എഴുതിയിട്ട് അകത്തോട്ട് ചുറ്റിക്കെട്ട് അമ്മിൻ്റെ ചിഹ്നം ഇടുക. ഇനി ഇത് നാ പോലെ എഴുതി. ഇത് നാ പോലെ എഴുതി. കണ്ടോ? ചുറ്റിക്കെട്ടിയിട്ട് നാ പോലെ എഴുതി. പിന്നെ വായുടെ പോലെ ഒരു വര വരച്ചു. അംബു. ഊവിൻ്റെ ചിഹ്നം ചെറിയൊരു വള്ളി പോലെ വന്നിട്ട് അടിയിലൊരു കുനിപ്പ്. അംബു. ജ എഴുതിക്കേ. ജ എഴുതാൻ എങ്ങനെ? ചെറിയൊരു വള്ളി പോലെ വന്നിട്ട് നാ പോലെ എഴുതി അടിയിലൊരു ചെറിയ വളച്ചു കൊണ്ടുവന്നിട്ട് വളച്ചു കൊണ്ടുവന്നതിൻ്റെ അടിയിലൊരു കുനിപ്പിട്ട് അമ്മിൻ്റെ ചിഹ്നം. അംബുജം. കണ്ടോ? കിട്ടിയ അംബുജം എഴുതാം. ഒന്നുകൂടെ ടീച്ചർ എഴുതി കാണിക്കാം. ടീച്ചറിൻ്റെ കൂടെ എഴുതിക്കേ. ദാ എഴുതുക. പിന്നെ ഒരു നാ എഴുതുക. ആ എഴുതി കുനിപ്പിട്ടു. ബാ എഴുതാൻ എങ്ങനെ? കുനിപ്പിട്ടിട്ട് നാ പോലെ എഴുതി അത് വാ കൊണ്ടിരുന്ന കണക്ക് കൊണ്ടുവരിക. ഊവിൻ്റെ ചിഹ്നം ഇടുക. ജ എഴുതാൻ എങ്ങനെ? കുനിപ്പിട്ടിട്ട് നാ പോലെ എഴുതിയിട്ട്
അടിയിൽ ഇങ്ങനെ വളച്ചു കൊണ്ടുവന്നിട്ട് അകത്തോട്ട് ചുറ്റി കെട്ടുക. അംബുജം. കേട്ടോ, ഇത്രയേ ഉള്ളൂ. അപ്പോൾ എഴുതി പഠിക്കണം കേട്ടോ. അമ്മിൻ്റെ ചിഹ്നം നമ്മൾ പഠിച്ചു. താങ്ക് യു.